മതി ചേച്ചി. മുത്തശ്ശിയുടെ പിറന്നാളായിട്ട് പായസം ഒന്നും വെക്കില്ലേ ചെറിയേച്ചിയെ? അതിന് ഉപ്പിട്ട് വെക്കേണ്ടി വരും പായസം. പഞ്ചസാര ഒരു തരിയില്ല ഇവിടെ. തീർന്നോ? കഴിഞ്ഞ ആഴ്ചയല്ലേ 1 കിലോ വാങ്ങിയത്? അത് കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞ ആഴ്ചയാ. അതാ അസലായത്. ആഴ്ചക്ക് 1 കിലോ പഞ്ചസാരേ വാരി തിന്നുണ്ടോ ഇവിടെ? ആഹാ, അപ്പൊ മുത്തശ്ശി പഞ്ചസാര തിന്നാൻ തുടങ്ങിയോ? പഞ്ചസാര പായസം മതി കേട്ടോ കുട്ടിയോളെ. സേമിയ വേണ്ട. ആ പുഴു പോലത്തെ സാധനം കണ്ടാ തന്നെ ഛർദിക്കാൻ വരും. ഓഹോ, മതിയില്ലേ? മതി, അതാ നല്ലത്. മുത്തശ്ശി, മുത്തശ്ശിക്ക് എത്ര പിറന്നാളാ കൊല്ലത്തില്? ഒന്നേ ഉള്ളൂ. വൃശ്ചികത്തിലെ വിശാഖം. എനിക്ക് തോന്നണത് മുത്തശ്ശിക്ക് ഇടയ്ക്കിടയ്ക്ക് പിറന്നാൾ വരുന്നുണ്ടെന്നാ. അത് വെറുതെ തോന്നുക. എല്ലാവർക്കും കൊല്ലത്തിൽ ഒരു പിറന്നാൾ തന്നെ ഉള്ളൂ. ദാ വാങ്ങാനുള്ളതൊക്കെ കുറിച്ചിട്ടുണ്ട്. നിനക്ക് സമയം ഉണ്ടാവുക വരുമ്പോ? ദാ വന്നൂരോ ലീസ്റ്റ്. 501 ബാർ സോപ്പ് 1. അതും തിന്നിട്ടോ മുത്തശ്ശി? സോപ്പ് കേട്ടെങ്കിൽ മധുരം കൂടി ഉണ്ടാവില്ല. സോപ്പ് എന്നിട്ട് തിന്നേ. എന്താ ഭ്രാന്തണ്ടാക്കിയേ? വിമ്മാത്രേ. വിമ്മോണ്ടന്നെ പാത്രം തേക്കണോ? നല്ല അസല് വെണ്ണീരിട്ട് തുടച്ചാ പോരെ പാത്രങ്ങള്? പളപളാന്ന് മിന്നില്ലേ? വെണ്ണീരിനിപ്പോ വിമ്മിനെക്കാളും വിലയാ. മംഗളം വരിക 1. ഔ, 1 മതി സമാധാനം. കഴിയുന്ന രാപ്പാടി തീർന്നതല്ലേ ചെറിയേച്ചി? പിന്നെ ഏതാ പുതിയ നോവല്? മതി, ഇതും കൂടി കഴിച്ചിട്ട് പോ. വെറുതെ ഇരിക്കുമ്പോ വായിക്കാൻ അവൾക്കൊരു പുസ്തകം വാങ്ങിച്ചു കൊടുത്താ എന്താ? സമയായി, ഞാൻ പോവാ മുത്തശ്ശി. ചേച്ചിക്കൊന്നും വേണ്ടേ ചെറിയേച്ചി? ഒന്ന് വേഗം നടക്കുക, അല്ലെങ്കിൽ ബസ് ബസ്സിന്റെ പാട്ടിന് പോകും. ഓ, കാര്യമായിട്ടൊരു സ്ഥലത്തേക്ക് പുറപ്പെടുമ്പോഴാ. അതങ്ങോട്ട് പൊക്കോട്ടെ. അച്ഛനെന്താ? അഞ്ജലി അല്ലേ ഇത്? അതുകൊണ്ട് തന്നെ പൊക്കോട്ടെ എന്ന് പറഞ്ഞേ. അഞ്ജലി, എനിക്ക് മേഴ്സി കോളേജിൽ കിട്ടിട്ടോ ഹിസ്റ്ററിക്ക്. ഞാൻ അറിഞ്ഞു, സുമ പറഞ്ഞു. ഹോസ്റ്റലിൽ ചേർന്നുല്ലേ? പോണ വഴിയാ. വേഗം വന്നോ, ഈ ബസ് പോയ പിന്നെ 1 മണിക്കൂർ നിൽക്കണം പാലക്കാട്ടേക്ക് ഒരു ബസ്സിന്. തുണിക്കടയിൽ പോണവർക്ക് എപ്പോഴും ബസ് ഉണ്ട്. ഞാനും അതേ ബസ്സിന് തന്നെയാ. ഓ, അച്ഛൻ എപ്പോഴും അതെ. അഞ്ജലിയെ കാണുമ്പോ ചുണ്ടിയാ. ആകപ്പാടെയുള്ള ഒരു അമ്മാമിയല്ലേ, സ്നേഹം കൂടിയിട്ടാവും. രമണിക്കും ലതയ്ക്കും ലിറ്ററേച്ചറിന് കിട്ടി. അഞ്ജലിക്കും എഴുതായിരുന്നു പരീക്ഷ. ഓരോരുത്തരുടെ മണ്ടയില് ജനിക്കണേന് മുമ്പ് തന്നെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും ഭഗവാൻ. അതെന്നെ നടക്കൂ. ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഞാൻ അപശകുനായിന്ന് പറയൂ അമ്മാമ. വേഗം ചെന്നോളൂ. ചേട്ടാ കാലൊന്ന് മാറ്റി. കാലങ്ങോട്ട് മാറ്റാൻ കയ്യുമേലേക്ക് തലയൊന്ന് മാറ്റാൻ പറഞ്ഞല്ലോ. കെട്ടിയെടുക്കട്ടേട്ടാ. ചേട്ടാ കാലൊന്ന് ഒന്നിറങ്ങി വാ. ഇറങ്ങാണ്. ഒന്ന് ഇറങ്ങട്ടെ. ഞാനും ഇറങ്ങാണ്. വേഗം ആവട്ടെ. ഓ, ഇറങ്ങ കേറ്. അല്ല എന്റെ ബാക്കി 1 റുപ്യ അല്ലേ എന്റെ ബാക്കി? ചേട്ടാ ഒരു കാര്യം ചെയ്യ്. 5 റുപ്യ പിടി. 1 റുപ്യ കൂട്ടിക്ക് മാറ്റി കൊടുത്തേക്ക്. ഹലോ, എന്റെ പൈസ 1 റുപ്യ. ഓ, അയ്യേ സോറി. ചേഞ്ച് ഇല്ലല്ലോ. നമുക്ക് ആ കടയിൽ നിന്ന് മേടിക്കാം. ചേട്ടാ 5 റുപ്യക്ക് ചേഞ്ച് ഉണ്ടാവോ? ഉണ്ടാവില്ല. എന്തെങ്കിലും വാങ്ങിയാ ചില്ലറ കിട്ടും. എനിക്കൊന്നും വാങ്ങാനില്ല. എത്ര നേരം വെച്ചിട്ട് ഞാനിങ്ങനെ പിന്നാലെ നടക്കുക? ഇങ്ങോട്ട് തരൂ, ഞാൻ വാങ്ങിത്തരാൻ ചില്ലറ. ദാ ഒരു സിഗരറ്റ്. സിഗരറ്റോ? സിഗരറ്റേ ഏതായാലും മതി. സിഗരറ്റ് ഞാൻ വലിക്കില്ല. അതൊന്നും എനിക്കറിയില്ല. എന്റെ 1 റുപ്യ ഞാൻ എടുത്തിട്ടുണ്ട്. അതെ, ഇത് വച്ചിട്ട് ഇതിന്റെ പൈസ തിരിച്ചു തരുമോ? 5-10 പൈസ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. മുസ്തഫ വഴി മുസ്തഫ. ഇതെന്താ ചെറിയ? അത് ബൈനാക്കുൾ. മോളെ അങ്ങ് തന്നെ. മോൾ കുറേ കളിപ്പിച്ചു. ഹായ് ഇരട്ട റോജൈ. അയ്യേ ഐസി. ചുവപ്പ് റോജൈ.
അമ്മേ, ഇതാ ബസ്സിൽ കണ്ട പെണ്ണല്ലേ? ചില്ലറ പൈസ. നീ കുളിക്കാൻ പോയപ്പോണ്ടോ? ഇവിടെ അടുത്താ. ആ, ആരുടെ വീട് നടത്തിയമേ അത്? അവിടെ വയസ്സായ ഒരു സ്ത്രീയെ കണ്ടു. എവിടെയോ കണ്ട നല്ല ചായ. ഇത്ര ദൂരത്തുനിന്ന് നീ എങ്ങനെയാ ചായ കണ്ടേ? അത് ഞാൻ ഈ വാച്ചിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ യന്ത്രങ്ങൾ കണ്ടിട്ടില്ലായിരുത്തിയമ്മ. അതിലേക്ക് നോക്കി നോക്കി ഇപ്പൊ എന്റെ കണ്ണ് നല്ല ഷാർപ്പായിട്ടുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് ഷാർപ്പാവണ്ട. വയസ്സായ സ്ത്രീ മാത്രമല്ല അവിടെ, 3 പെൺകുട്ടികളുണ്ട്. ഓ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ആ, അത് ശ്രദ്ധിക്കണ്ട. അപ്പൊ കുളിക്കല്ലേ? ഓ, എന്താന്നൊക്കെ അറിഞ്ഞിരിക്കണം, നല്ലതല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുമ്മാറുണ്ടല്ലേ? ഇന്നലെ സന്ധ്യക്കും കണ്ടു. അഞ്ജലി എന്നല്ല പേര്, നല്ല പേര്. ഞാൻ കോയമ്പത്തൂര് കൂട്ടുകാരന്റെ ഒപ്പം റിപ്പയർ കട നടത്തി നഷ്ടം വന്ന് പൂട്ടി. ഏട്ടന്റെ കുറെ കാശും കളഞ്ഞു. ഗോപി അതെന്റെ പേരാ. അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഇവിടൊക്കെ തന്നെ കാണും. ഏട്ടനും ഇടത്ത് ഇങ്ങോട്ട് താമസം മാറ്റിയ പിന്നെ ഇതുവരെ വരികയുണ്ടായില്ല. ഇത്രയല്ലേ ഉള്ളൂ. ഒക്കെ ഭാരതീയച്ച് പറഞ്ഞു. ഞാൻ പോവുക, എന്റെ ബസ് പോവും. അതെ, ചില്ലറ മാറണമെങ്കിൽ വിളിച്ചാ മതി. ഞാനിപ്പോ സിഗരറ്റ് വലി തുടങ്ങി. ആരാ? ഞാൻ സുകുമാരന്റെ അനിയൻ. ആ, ഇങ്ങോട്ട് വരിക. ഓ, കണ്ടിട്ടില്ല നിന്നെ. ഉണ്ടാവില്ല. എപ്പോഴാ എത്തിയത്? ഇന്നലെ വൈകുന്നേരം. വരാ. ഭരതമാഷ്ട അമ്മയല്ലേ? പരിചയം ഉണ്ടായിരുന്നോ ഭരതനെ? ഇല്ല, പരിചയപ്പെടണമെന്ന് മോഹം ഉണ്ടായിരുന്നു. മാഷ് ടൂണിട്ട പാട്ടുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടാ. പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇളയതാ അത്. ഇവിടത്തെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതും കൂടി കഷ്ടപ്പെടണം. വിധിയില്ലാത്ത കുട്ടികള്. മരിച്ചിട്ടിപ്പോ 1 കൊല്ലാവണു. കുറച്ചു ദിവസം ഉണ്ടാവോ സുകുമാരന്റെ അനിയൻ നാട്ടില്? ഇനി പോണില്ല. ജോലി പോയോ? കടയായിരുന്നു. ഇനിയിപ്പോ ഇവിടെ തന്നെ എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ട്. ഹലോ, ഞാൻ ഗോപി. ഓ, ഞാൻ ഗോപി, സുകുമാരന്റെ അനിയൻ. മുത്തശ്ശി എന്നെ വിളിച്ചു, ഞാൻ കൂടെ പോന്നു. അത് ഞാനല്ല, ഇച്ചേച്ചിയാ. സോറി. ഞാൻ ഗോപി. ആ കുട്ടി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞത് തന്നെ ചേച്ചി പറഞ്ഞത്. ഓഹോ, അതിങ്ങനെയും പറയാല്ലേ? അതങ്ങനെ തന്നെയാ പറയണ്ട. ഇങ്ങോട്ട് കേറുക. ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. ദിവസം എത്രയാടോ തന്നിട്ട്? മഹത്തായ കലാസൃഷ്ടികൾ ദിവസങ്ങളല്ല, ചിലപ്പോ മാസങ്ങളും വർഷങ്ങളും എടുത്തു. എനിക്ക് മഹത്തായ കലാസൃഷ്ടി ഒന്നും വേണ്ട. ആ ഷർട്ട് ഒന്ന് തുന്നി തീർത്താൽ മതി. ഇതങ്ങനെ വെറുതെ തുന്നി തീർക്കാൻ പറ്റോ? ഇതിന് ബട്ടൺസ് പിടിപ്പിക്കണം, തേക്കണം, പിന്നെ കടയുടെ പേര് തുന്നി പിടിപ്പിക്കണം. അതൊന്നും വേണ്ട. അതൊന്നും വേണ്ടാന്നോ? എവിടെയെങ്കിലും ചെന്ന് വല്ല പെടുമരണത്തിൽ പെട്ടാൽ ആളെ തിരിച്ചറിയാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. കോളറിന് പിന്നിലുള്ള ഞങ്ങളുടെ കടയുടെ പേര്. അത് വേണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവുക. താനെന്ത് കുന്തമെങ്കിലും പിടിപ്പിക്കുക. അതൊന്ന് തുന്നി തീർക്ക്. തീർത്തു തരാം. അവിടെ ഇരി, സമാധാനായിട്ടിരി. രാമൻകുട്ടി, ഒരു അത്യാവശ്യ കാര്യമുണ്ടല്ലോ. തിരുമേനിയോ? കാണാൻ കിട്ടണല്ലോ ഇപ്പൊ. ഇവിടേക്ക് തന്നെ ഉണ്ട്. ഇതെന്റെ കൂട്ടുകാരൻ ഗോപി. കോയമ്പത്തൂർ റിപ്പയറിംഗ് ഷോപ്പ് നടത്തായിരുന്നു വാച്ചിന്റെ. ഇപ്പൊ അത് നിർത്തി ഇവിടെ ഒന്ന് തുടങ്ങിയാലൊന്ന് ആലോചിക്കാം. ഒരു മുറി ശരിപ്പെടുത്തണം. മുറി എന്ന് പറയുമ്പോ വലുത് തന്നെ വേണമെന്നുണ്ടോ? വേണ്ട, ഇതുപോലെ ഒന്ന് മതി. ഇതിന്റെ അപ്പുറത്തും ഒരു ദാമോദരന്റെ ലേറ്റ് ആൻഡ് സൗണ്ട് ആയിരുന്നു. അവൻ പൂട്ടി ദുബായി പോയി. ആരും ബേക്കറിക്കാരൊന്നും നോക്കണ്ടായിരുന്നു. ഞാൻ ശങ്കരൻ നായരോട് സംസാരിച്ചു നോക്കാം. ശരി. ഈ നേരം മുഴുവനും 30 ആർത്തിപ്പണ്ടാരാ പകുതി കൊടുക്കേണ്ടി വരും. കുറച്ചെന്തെങ്കിലും നോക്കാം. അവിടെയാണ് പ്രശ്നം. എന്നാലും ശ്രമിക്കാം. ശങ്കരൻ നായർ അങ്ങനെ അമ്പല കമ്മിറ്റി ഓഫീസിലേക്ക് പോണ കണ്ടു. ഒരു കാര്യം ചെയ്യാം, താമസിക്കണ്ട, ഇപ്പൊ തന്നെ പോയേക്കാം. വാ. എടോ, എന്റെ ഷർട്ട്. ഒരു ഷർട്ട്, അതിനേക്കാൾ വലിയ കാര്യത്തിൽ ഞങ്ങൾ പോണ്. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഒരു 5 മിനിറ്റ് വിടീരി, ഞാൻ ഇപ്പൊ വരാം. കട ഒന്ന് നോക്കിയേക്കണം. പിന്നെ നമ്മുടെ കല്യാണി വരും. ഏത് കല്യാണി? ഏത് കല്യാണിന്നോ? മേലെ പറഞ്ഞ കല്യാണി. കല്യാണി വന്നൊരു പൊതി ഒതിക്കും. പൊതി ഇവിടെ ഇരിപ്പുണ്ട്, എടുത്തു കൊടുത്തേക്കണം. ഇത് തീർത്തിട്ട് പോയാൽ മതി. ചേടാ, തീർന്നല്ലോ. ഷർട്ട്, സൂചി, നൂല്, ബട്ടൺസ്. ഈ ബട്ടൺസ് ചേട്ടൻ തന്നെ തുന്നി പിടിപ്പിച്ച് ഇട്ട് സമ്മേളനത്തിന് എവിടെ വേണമെങ്കിലും പോയിക്കോ. കാശ് ഞാൻ പാർട്ടി ഓഫീസിൽ നോക്കിക്കോളാം. എടോ, ഇതുകൂടി തീർത്തിട്ട് പോയാൽ മതി. ഒരു ബട്ടൺസ് തുന്നാൻ അറിഞ്ഞുകൂടാത്ത രാഷ്ട്രീയ നേതാവോ? ഇവരൊക്കെ എങ്ങനെ നാട് ഭരിക്കുന്നു എനിക്കറിയാൻ വയ്യ. പിന്നെ ഇതും കൂടി ആ കൊളറെ പിടിപ്പിച്ചേക്ക്. കുനിശ്ശേരി ടൈലേഴ്സ്. തിരിച്ചറിയണ്ടേ? വാ. ഈ നാട്ടും പുറത്ത് എത്ര ആളുടെ കയ്യിലുണ്ട് വാച്ച്? ഏട്ടന്റെ കയ്യിലില്ലേ വാച്ച്? ഗോപിയുടെ കയ്യിലില്ലേ? എന്റെ കയ്യിലില്ല. വേണ്ട. മീൻകാരുടെ കയ്യിലില്ലേ? പാടത്ത് പണിക്കാരുടെ കയ്യിലില്ലേ? വെളിച്ചപ്പാടിന്റെ കയ്യിലില്ലേ? എംബ്രാന്തിരുടെ കയ്യിലില്ലേ വാച്ച്? എന്തിന്? വാച്ച് മാമാരുടെ കയ്യിലെങ്കിലും കാണില്ലേ വാച്ച്? ഒരു കട തുടങ്ങിയ ഒന്നുമില്ലെങ്കിൽ സമയമെങ്കിലും കൃത്യമായിട്ട് അറിയാലോ.
എപ്പോഴും തന്നെ. ഇതൊന്ന് ശരിയാക്കി തരണം. ഹലോ, ഉദ്ഘാടനം കഴിഞ്ഞ് നല്ല ഐശ്വര്യമായിട്ട് കിട്ടണ വാച്ച്, അത് നല്ല ഐശ്വര്യമുള്ള കൈയുണ്ട്. ഫേവർ ലൂപ 1942 മോഡൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളത്. മുത്തച്ഛന്റെ ആണോ? ഇനി ഇതുപോലത്തെ ലോകത്തില് 10-15 കാണൂ. സൂക്ഷിച്ചു വെക്കണം. മ്യൂസിയം പീസാ. ലണ്ടനിൽ ഓപ്ഷൻ വെച്ചാ ഒരു 2 ലക്ഷം പൗണ്ടേലും കിട്ടും. ചരിത്രം പഠിപ്പിക്കണ്ട, അത് നന്നാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞാ മതി. നന്നാക്കാൻ പറ്റുമെന്ന് ജയാ, ഇതാണ് നമ്മുടെ നാട്ടുകാരുടെ കുഴപ്പം. ഒറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ ഇത് നന്നാക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഫേവർ ലുബ സ്പെഷ്യലിസ്റ്റാ ഗോപിയേട്ടൻ. അതൊന്നും ഇപ്പൊ ഇവിടെ പറയണ്ട. എന്ത് ചാർജാവും? എന്ത് ചാർജ് ചെയ്യാൻ ചെയ്യാ? അതിപ്പോ ഞാനങ്ങനെ സാധാരണ ചാർജ് ഒന്നും പറയാറില്ല. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാലോ. അത് വർക്ക് കണ്ടിട്ട് കുട്ടിയെന്നെ തീരുമാനിച്ചു. ബസ് വന്നു. നല്ല കുട്ടിയല്ലേ ജയ? ഒന്ന് വേഗം ആവട്ടെ രാമൻകുട്ടി. മുഹൂർത്തം കഴിയണേ മുമ്പെങ്കിൽ എത്ര കല്യാണത്തിന്? 4 ദിവസം മുമ്പേ തരാമെന്ന് പറഞ്ഞല്ലേ നീ? അതിന് 4 ദിവസം മുമ്പ് വരണമായിരുന്നു. വരുമ്പോ നീ വേണ്ടേ? കിടന്ന് ചൂടാവല്ലേ നാരായണി? ഒരു പാലിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വേണ്ടേ? എന്ത് പാലം? ഓ, എന്ത് പാലെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ? രാമകുട്ടി, പാറത്താഴൽ കോയന്നുട്ടാര് മരിച്ചു പുലർച്ചെ. ഓ ഈശ്വര, ഇതിലും വരുന്നെന്തോ വരാനിരുന്നതാ. ഇങ്ങനെ തീർന്നത് നന്നായി. ഇനി പോവാതിരിക്കാനും പറ്റില്ലല്ലോ. ദാ വരണു ഞാൻ. ഒരു 5 മിനിറ്റ് ശവദാനം ഒന്ന് കഴിഞ്ഞോട്ടെ. എന്റെ ബ്ലൗസ്. ഈ ബ്ലൗസ് രണ്ടും പോവാലോ നാരായണി. ഗോവിന്ദനായർ പോയ പോക്കേ. എടാ, തുന്നി തീർത്തിട്ട് പോടോ. അത്രക്ക് അത്യാവശ്യം. അതല്ലേ പറഞ്ഞോണ്ടിരുന്നത്. ഗോപിയേ, ഗോപി, ഗോപി ഒന്ന് വാ. ഞാനിവിടെ അത്യാവശ്യം അതിനേക്കാൾ അത്യാവശ്യം വാ. ജയ, അതൊന്ന് അയച്ചു വെച്ചേക്കേ. മോനെ അയച്ചു വെച്ചേക്കേ. ഇത് നാരായണി ചേച്ചി, എനിക്ക് വേണ്ടപ്പെട്ട ചേച്ചിമാരിൽ ഒരാളാ. ആ. ഇന്ന് കല്യാണമാണ്. ആണോ? അയ്യോ, ചേച്ചിയുടെ അല്ല, വേറെ ആരുടെയോ. ഓ, ഈ ബ്ലൗസ് ഇട്ടിട്ട് തന്നെ വേണം ചേച്ചി കല്യാണത്തിന് പോവാൻ. അതിന് ബുക്കില്ല. അയ്യോ. വന്നേ, വാ, അവിടെ ഇരുന്നേ, പറഞ്ഞുതരാം. ഇതിന്റെ കൈയൊന്ന് മടക്കി അടിച്ചിട്ട് 4 ഉക്ക് പിടിപ്പിച്ചു കൊടുത്തേ. അയ്യോ, എനിക്ക് തുന്നാലൊന്നും അറിയില്ല. എനിക്ക് ഈ പണി അറിഞ്ഞിട്ടാണോ ഞാൻ ചെയ്യണേ? ഇങ്ങനെയൊക്കെ പണി പഠിക്കണത്. ആ ഗോവിന്ദനായർ മരിച്ചറിഞ്ഞില്ലേ? ഏത് ഗോവിന്ദായി? ഏത് ഗോവിന്ദനായരാ? പാറത്താഴല. ആ, അത് തന്നെ. വാ, വാ, വാ. അവിടെ തുന്നടോ. എനിക്ക് ഒന്ന് വേഗം തുന്നെ. ഇതില് എവിടെയാ ഹുക്ക് പിടിപ്പിക്കേണ്ടത്? അത് ചില്ലറ പൈസ 5 പൈസ. അത് തന്നെ ചില്ലറ പൈസ എന്ന് പറഞ്ഞ. ഹലോ, 5. ഭാരതീച്ചേ, 5. നിങ്ങൾ ചിരിയച്ച വിളിക്കുന്ന ചില്ലറ പൈസ. അല്ല, ആരേത്? അഞ്ജലിയോ? ലണ്ടനിലെ പഴയ സാധനങ്ങളൊക്കെ വിൽക്കണ കടയുണ്ടോ ഭാരതീച്ചി? ലണ്ടനിലോ? ആ, ലണ്ടനിലെ ഈ പഴയ സാധനങ്ങളൊക്കെ വലിയ വിലക്ക് വിൽക്കണ സ്ഥലം. അതിനെന്തിനാ അങ്ങോട്ടൊക്കെ പോണ്? ഇവിടെ പാലക്കാട്ടുണ്ടല്ലോ. ഇതൊന്നുമല്ല, ഓപ്ഷൻ വെച്ചാ 2 ലക്ഷം പൗണ്ടൊക്കെ കിട്ടും. ഓപ്ഷൻ വയ്ക്കേ? ആ, ഒരു വാച്ചേ. ഇത് നന്നാക്കാൻ ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ ഒരാളേ ഉള്ളൂ. ആ ആള് നന്നാക്കിയതുകൊണ്ടാവും ഇപ്പൊ ഇതിന്റെ മിനിറ്റ് സൂചി കാണാനില്ല. എവിടെ? ഗോപി, ഞാൻ പോട്ടെ ഭാരതീച്ചി. ടാറ്റാ. ഹലോ. നിന്നെ ഞാൻ ആ പണി ഏൽപ്പിച്ചപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്റെ മാനം പോകുന്നു. നീ എവിടുന്നാണ് പണി പഠിച്ച്? നമുക്ക് വേറൊരു സൂചി. കഴുതയുടെ തലയുടെ സ്ഥാനത്ത് നിന്റെ തല വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള സൂചി അത്. 1942. ഇന്ത്യക്കാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിപ്പോയി. ആ ചില്ലറ പൈസ ആ പെണ്ണ സൂചി കിട്ടിയില്ല എന്നോട് കരുതി പുറപ്പിക്കില്ല. അറിയോ നിനക്ക്? എന്താ എന്താ ഗോപി ഇത്? സൂചിയാണോ ഇല്ലെന്നേ? ഓ, സൂചി അതോ? ഓഹോ, അത് ശരി. അവിടെ പോയിരുന്നാണോ നിന്റെ വാച്ച് റിപ്പയറിങ്? ചേട്ടാ, ഞാൻ നീ മിണ്ടരുത്. നിനക്ക് വെച്ചിട്ടുണ്ട്. ഫേവറിൽ വെച്ചിട്ട് കളിക്കണോടോ നിന്റെ. ഗോപി, ഇതിലേ സൂചി നോക്കിയേ. തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. കൊണ്ടുപോടുന്നു അല്ലേ? ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ച് കാണൂല. കടയാത്രേ. ഏത് ഗതികിട്ട നേരത്തെ നിന്റെ ഇഷ്ടം. കണ്ട കിട്ടി. നോക്ക് നോക്ക് നോക്ക്. അത് ചേട്ടൻ തന്നെ. ചേട്ടൻ നിന്റെ ഉത്തരവാദിത്വം. നീ മിണ്ടിപ്പോരുത്. വാച്ചെടുക്കടാ, വാച്ചെടുക്ക്. നീ തന്നെ സൂചിനകത്ത് പിടിപ്പിക്കണം. വെക്കടാ, വെക്കി 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 വെക്കി.
ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം പണി അറിയാൻ പാടില്ലെങ്കിൽ നിനക്ക് പണി അറിയാമെന്ന് ഞാൻ നോക്കട്ടെ മനസ്സിലാണോ? ഗോപേ, എന്താ നീ ഉദ്ദേശിച്ച സൂചി ഇതാണെന്ന് നോക്കിയേ. ഇത്തിരി ചാണപ്പൊടി ചോദിച്ചപ്പോ എന്താ ഇവിടെ ഒരു ഭാവം? 2 പശു ഉണ്ടെന്ന് വെച്ചിട്ട് ഇത്ര അഹങ്കരിക്കണോ? പശു എന്നൊക്കെ പറഞ്ഞാൽ എപ്പോ വേണമെങ്കിൽ സൂക്കട ഒന്ന് ചാവാം. ശോ പാവം, പശു ചാവണ്ട. എന്നാലും ഇങ്ങനെയുണ്ട് ഒരു സ്ത്രീ. ഫുള്ളായിട്ട് നോർമൽ അല്ലല്ലേ? ഏ ഞങ്ങളുടെ നാട്ടിൽ ഒറ്റയ്ക്ക് സംസാരിക്കണതിന് വേറെ ചിലതൊക്കെ പറയാ. എന്താ? ഏയ് ഒന്നുമില്ല. ഇതാ വാച്ച്. ഇനി ഒരു 50 കൊല്ലത്തേക്ക് ഒരു കേടും വരില്ല, ഗ്യാരണ്ടി. അല്ല, മിനിറ്റ് സൂചി കിട്ടിയപ്പോ മണിക്കൂർ സൂചി പോയിണ്ടാവോ? നോക്കണം. ഇതിന്റെ ചാർജ് എത്രയാ? ബില്ലേനെ അയക്കാം. ഉം. എന്തേ? എന്താ ഈ കുട്ടികളെല്ലാരും കൂടി കാണാനില്ലേ? സുമാനന്യ ഇപ്പൊക്കെ സമയം പിന്നാക്കാ പോവാ. പിന്നാക്കോ? ഇതിന്റെ സൂചി പിന്നാക്കാൻ തിരിയണത്. ഞാനൊന്നുകൂടി try വേണ്ട വേണ്ട വേണ്ട, ഇത് ഫേവർ ലൂബിയാണ്. 1942 മോഡൽ. സൗത്ത് ഇന്ത്യയിലെ ആൾക്ക് നന്നാക്കാൻ പറ്റാത്തോണ്ട് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ആരെക്കൊണ്ടെങ്കിലും നന്നാക്കിച്ചോളാം. ഓ ഏടത്തി വിളിച്ചു. ഓ ഓ ആ.